അങ്ങനെ മനമെടുത്ത് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് കാൾസ് കൊട്രാഡ്. ഇനി ആരാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്ത പരിശീലകൻ? അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഈസ്റ്റ് ബംഗാൾ അവസാനമായിട്ട് കളിച്ച FC ഗോവയ്ക്കെതിരായിട്ടുള്ള മാച്ചിൽ പരാജയപ്പെട്ടതോടുകൂടി എനിക്ക് ഏതാണ്ടൊക്കെ തോന്നിയിരുന്നു മിക്കവാറും അദ്ദേഹത്തെ സാക്ക് ചെയ്യുമെന്ന്. ഇതിൽ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സാക്ക് ചെയ്തൊന്നുമല്ല, അത് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ സാക്ക് ചെയ്തൊന്നുമല്ല, അദ്ദേഹം തന്നെ പടിയിറങ്ങി പോയതാണെന്നാണ്. അദ്ദേഹത്തെ മനം മടിപ്പിക്കുന്ന കുറേയധികം സംഭവങ്ങളുണ്ടായി. അതായിരിക്കാം അതിന് കാരണം. അതായത് ഫാൻസിൻ്റെ ഒരു സൈബർ അറ്റാക്ക്, അല്ലാതുള്ള അറ്റാക്ക്, അതായത് സ്റ്റേഡിയത്തിന് പുറത്ത് ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ ഗോബായ് കാൾസ് കൊട്രാഡെന്ന് വിളിക്കും. സോ അങ്ങനെയൊക്കെ കേട്ട് അദ്ദേഹത്തിന് മനം മടുത്തുകയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയമേത എന്താ പറയുക ടീമിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചതായിരിക്കാം. എന്തായാലും ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റ് രക്ഷപ്പെട്ടെന്ന് പറയാം. കാരണം അല്ലാതെ ഒരു സാക്കിനാ പോയിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നേന്. സോ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. ഇനി ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമാണ് ആരാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്ത പരിശീലകനെന്ന്. സോ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുകളൊന്നും കേൾക്കുന്നില്ലെങ്കിൽ പോലും 1-2 പേരുകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അതിലൊരു പേരാണ് നമ്മുടെ ഇവാൻ ആശാൻ്റേത്. എന്തായാലും ഇവാൻ ആശാൻ എന്താ പറയുക ഈസ്റ്റ് ബംഗാളിൻ്റെ പുതിയ പരിശീലകനായി വരുമോ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വരുമെന്ന് തന്നെ പറയും. എല്ലാവരും അദ്ദേഹം വരത്തില്ലെന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത് ഇവാൻ ആശാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ വേറൊരു ക്ലബിനെയും ഞാൻ പരിശീലിപ്പിക്കില്ലെന്ന്, അത് ഇന്ത്യയിൽ വേറൊരു ക്ലബിനെയും പരിശീലിപ്പിക്കില്ലെന്ന്. ബട്ട് അതൊക്കെ എല്ലാവരും പറയും, ആര് വേണമെങ്കിലും പറയും. എൻഡ് ഓഫ് ദി ഡേ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഉറപ്പായിട്ടും ഈസ്റ്റ് ബംഗാൾ വലിയൊരു ഓഫറുകളൊക്കെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. സോ ആ ഒരു ഓഫറിൽ അദ്ദേഹം എന്താ പറയുക ഇപ്പോൾ അദ്ദേഹത്തിന് എന്താ ജോബൊന്നും ഇല്ല നിൽക്കുന്നൊരു സാഹചര്യമാണ്. സോ അങ്ങനെ ഒരു ഓഫറൊക്കെ അവർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ മിക്കവാറും ഒരു ഈസ്റ്റ് ബംഗാൾ കോച്ചായിട്ട് നമുക്ക് ഇവാൻ ആശാനെ പ്രതീക്ഷിക്കാമെന്ന് തന്നെ പറയണം. കാരണം ഈസ്റ്റ് ബംഗാൾ അവർ സൈൻ ചെയ്ത് നോക്കിയാൽ മതി, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ കൂടുതലായിട്ട് സൈൻ ചെയ്യുന്നത്. ഇപ്പോൾ അത് പ്ലേയേഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും കോച്ചസിൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെയുള്ള സൈനികളാണ് അവർ കൂടുതൽ നടത്താറുള്ളത്. സോ മിക്കവാറും ഒരു ഇന്ത്യയിൽ നേരത്തെ പരിശീലിപ്പിച്ചിട്ടുള്ളൊരു പരിശീലകനായിരിക്കാം ചിലപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായിട്ട് വരാൻ സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ആരായിരിക്കാം ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. അതായത് ഇവാൻ ആശാൻ വരുമ്പോൾ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.